കേരള ക്ഷേത്ര നിർമ്മാണ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി തമിഴ് വാസ്തുകലയുടെ സൗന്ദര്യവുമായി കണ്ണിനും മനസ്സിനും കുളിർമയേകി പ്രകൃതിയോടിണങ്ങിച്ചേർന്ന് മലമുകളിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രം. ജനത്തിരക്കേറിയ സിറ്റിയിൽ നിന്ന് അല്പം മാറി കോഴിക്കോടിൻ്റെ പ്രകൃതി സൗന്ദര്യവും അസ്തമന സൂര്യൻ്റെ ചുവന്നു തുടുത്ത വിരഹയാത്രയും അതിമനോഹരമായി കാണാൻ പറ്റുന്ന ഒരു കുന്നിൻ ചരിവ്. ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും സന്ദർശിക്കാൻ പറ്റിയ കേരളത്തിലെ പഴനി എന്ന് അറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ ശ്രീ മേൽപ്പഴനി ജ്ഞാനദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് ക്ഷേത്രത്തിലെ പടികൾ കയറി ദർശനം നടത്താനോ തലമുണ്ടനം ചെയ്യാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് വിശദമായി ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. വീഡിയോ കാണാൻ താൽപ്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ലഭിക്കുന്നതാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററും മെഡിക്കൽ കോളേജിൽ നിന്ന് 3 കിലോമീറ്ററും അകലെയുള്ള വെള്ളിപ്പറമ്പിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ കോഴിക്കോട് ടൗണിൽ നിന്നാണ് വരുന്നതെങ്കിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞതിന് ശേഷം 6-ാം മൈൽ എന്ന ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ വെള്ളിപ്പറമ്പ് എന്ന ബസ് സ്റ്റോപ്പിലോ ഇറങ്ങാവുന്നതാണ്. അവിടെ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള മയിലാടും കുന്ന് എന്ന മലമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ വെള്ളിപ്പറമ്പിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നും ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. അത് അല്ലെങ്കിൽ ഓട്ടോ മാർഗവും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. ഏകദേശം 60 രൂപയാണ് ചാർജ് ആയിട്ട് വരിക. തിരിച്ചു വരാൻ വണ്ടി ലഭിക്കാൻ അല്പം ബുദ്ധിമുട്ട് ആയതുകൊണ്ട് നിങ്ങൾ വന്ന ഓട്ടോ ഡ്രൈവറുടെ നമ്പർ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ വിളിക്കാമല്ലോ. ഇനി നിങ്ങൾ 6-ാം മൈലിലാണ് ബസ് ഇറങ്ങുന്നതെങ്കിൽ അവിടെ നിന്ന് ഓട്ടോ വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരത്തിൽ ഓട്ടോവിന് വരികയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. അവിടെ നിന്നു തന്നെ ക്ഷേത്ര ആചാരപ്രകാരം പടികൾ കയറി നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ഒരു പക്ഷേ ഏറ്റവും നല്ലത് ഇത്തരത്തിൽ വരുന്നതാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വെള്ളിപ്പറമ്പിലാണ് ബസ് ഇറങ്ങുന്നതെങ്കിൽ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം ക്ഷേത്ര കോമ്പൗണ്ട് വഴി പടികൾ ഇറങ്ങിയതിന് ശേഷം വീണ്ടും പടികൾ കയറി അതിന് ശേഷമാണ് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുക. മറിച്ച് വെള്ളിപ്പറമ്പ് വഴിയാണ് വരുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് പടിക്കെട്ടിൻ്റെ അടുത്തുവരെ ഓട്ടോവിന് വരാവുന്നതാണ്. ഇനി നിങ്ങൾ സ്വന്തം വണ്ടിക്കാണ് വരുന്നതെങ്കിൽ വെള്ളിപ്പറമ്പിൽ ഇറങ്ങുന്നതാകും നല്ലത്. കാരണം 6-ാം മൈൽ വഴിയുള്ള റോഡ് അല്പം മോശമാണ്. മാത്രവുമല്ല ചെറിയ ഒരു കയറ്റവുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ കൂടുതലും ആളുകൾ വരുന്നത് കുട്ടികൾക്ക് തലമുണ്ടനം ചെയ്യാനും കാവടിയെടുക്കാനുമാണ്. തലമുണ്ടനത്തിന് ശേഷം ചന്ദനം പൂശി നിങ്ങൾക്ക് പടികൾ കയറി തുടങ്ങാവുന്നതാണ്. ക്ഷേത്ര ആചാരപ്രകാരം എങ്ങനെയാണ് പടി കയറേണ്ടത് എന്നും മറ്റ് കാര്യങ്ങളും മുൻപുള്ള വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്.
അതുകൊണ്ടു തന്നെയും ഇവിടെ ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കാം. പടികൾക്ക് ഏറ്റവും താഴെയായി പാദവിനായകനെ തൊഴുതു പ്രാർത്ഥിച്ച് നാളികേരമുടച്ച് പടികൾ തൊട്ട് വന്നിച്ച് വേണം പടികൾ കയറി തുടങ്ങാൻ. ശേഷം ഇടുമ്പു സ്വാമിയെ തൊഴുത് 18-ാം പടി കയറി ആഞ്ജനേയ സ്വാമിയെ തൊഴേണ്ടതാണ്. അതിനുശേഷം അല്പം താഴോട്ടായി പഴനിയിലെ മുരുക വിഗ്രഹം നവപാഷാണത്തിൽ തീർത്ത ബോഗർ സ്വാമിയെ തൊഴേണ്ടതാണ്. അതിനുശേഷം മുന്നോട്ട് പടികൾ കയറിയാൽ ക്ഷേത്ര കവാടത്തിലാണ് നിങ്ങൾ എത്തുന്നത്. അതിൻ്റെ അടുത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാലമരവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പാലമരത്തിനടുത്തായി ബാലഗണപതിയും കിഴക്ക് ശിവപാർവതിയുടെ പ്രതിഷ്ഠയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. 3 നാളികേരവുമായി പാലമരത്തെ 7 തവണ പ്രദക്ഷിണം വെച്ച് സ്വയം മുട്ടറക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന ആചാരം. ഇത് ഗ്രഹദോഷം, ആരോഗ്യം, വിവാഹ തടസ്സം എന്നിവ നീക്കുന്നതിന് വളരെ നല്ലതാണ്. ഈ ക്ഷേത്രത്തിൽ തമിഴ് പൂജാവിധി പ്രകാരം 6 കാല പൂജയാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ പഴനിയിൽ എപ്രകാരമാണോ പൂജാവിധികൾ അതേ പ്രകാരത്തിലാണ് ഈ ക്ഷേത്രത്തിലും പൂജകൾ നടക്കുന്നത്. രാവിലെ 6 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതാണ്. അതിനുശേഷം വൈകിട്ട് 6 മണിക്ക് തുറന്ന് രാത്രി 8:30 നട അടയ്ക്കുന്നതാണ്. ഈ അവസരത്തിൽ എല്ലാം തന്നെ ക്ഷേത്രത്തിൽ ഒട്ടനവധി പ്രധാന ചടങ്ങുകളുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം മുൻപുള്ള വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പഞ്ചാമൃതമാണ്. ഇതുകൂടാതെ ഭക്തജനങ്ങൾക്ക് 3 നേരവും ഭക്ഷണവും ഈ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നതാണ്. ഇതിനായി നിങ്ങൾ ടോക്കൺ എടുക്കേണ്ടതാണ്. ടോക്കൺ ഇല്ലെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. എപ്പോഴും ആഘോഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഇത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാനപ്പെട്ട എല്ലാ ആഘോഷ ദിവസങ്ങളും ഈ ക്ഷേത്രത്തിലും ആഘോഷിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തൈപ്പൂയമാണ്. കൂടാതെ ശരവണ ബാബാജിയുടെ ജന്മദിനവും ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ഗോശാലയാണ്. ക്ഷേത്രത്തിലെ പൂജാവിധികൾക്കാവശ്യമായ നെയ്യ്, പാല് എന്നിവ ലഭിക്കുന്നത് ഇവിടുത്തെ ഗോശാലയിൽ നിന്നാണ്. ഇതുകൂടാതെ പച്ചക്കറി തോട്ടങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നും കോഴിക്കോടിൻ്റെ സൗന്ദര്യവും അസ്തമന സൂര്യൻ്റെ വിരഹയാത്രയും അതിമനോഹരമായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. കോഴിക്കോട് സിറ്റിയിൽ ഇത്രയും മനോഹരമായ ഒരു പ്രദേശം മറ്റൊന്നുണ്ടോ എന്ന് സംശയമാണ്. മനോഹരമായ കാടും അതിലൂടെയുള്ള പടിക്കെട്ടുകൾ കയറിയുള്ള ക്ഷേത്രദർശനവും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക. ക്ഷേത്രത്തിൽ വർഷം മുഴുവൻ കായ്ച്ചു നിൽക്കുന്ന ഒരു നെല്ലിക്ക മരവും ചക്കയുടെ സീസണിൽ പ്ലാവ് നിറയെ ചക്കയും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മയിലാടുംകുന്നിലമ്മയുടെ പ്രധാന പ്രസാദമായ ഈ ഒരു നെല്ലിക്ക നിങ്ങൾക്ക് ലഭിച്ചാൽ അത് ഭാഗ്യമെന്ന് കരുതാം. ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും വിശദമായിട്ടറിയാൻ മുൻപുള്ള വീഡിയോ കാണാൻ അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.